ഹായ് ഫ്രണ്ട്സ്, കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മത്സ്യത്തെ വളർത്താൻ കഴിയുന്ന ഒരു നൂതന കൃഷിരീതിയാണ് നമ്മുടെ RIS സിസ്റ്റം, അതായത് റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം. ഈ സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം, ടോട്ടലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ചെറിയ കൊച്ചു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഞാൻ അബ്ദുൽ സമദ് കുറ്റൂർ, വെൽക്കം ടു അവർ വീഡിയോ ബ്ലോഗ്. ഇതുവരെ നമ്മുടെ യാത്രയിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഇതാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ള RIS യൂണിറ്റ് കേട്ടോ. അശ്വിൻ ഭായ്, തുടക്കത്തിൽ തന്നെ ചോദിക്കട്ടെ, എന്താണ് RIS? RIS എന്ന് വെച്ചാൽ അതിൻ്റെ പേര് സൂചിക്കുന്ന റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം. എന്നുവെച്ചാൽ നമ്മൾ ഈ ടാങ്കിലുള്ള വെള്ളത്തിന് എക്സ്റ്റേണൽ ഒരു ബയോഫിൽറ്ററിലൂടെ തിരിച്ച് ട്രീറ്റ് ചെയ്ത് നമുക്കിതിനകത്ത് വേണ്ടാത്ത സാധനങ്ങളായിട്ടുള്ള അമോണിയ, നൈട്രേറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ഇതൊക്കെ പുറത്ത് കളഞ്ഞ ശേഷം ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഇഞ്ചെക്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക. ഈ സിസ്റ്റത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത് കൊടുക്കുക, വേണ്ടാത്തത് പുറത്ത് കളയുക. അതിനാണ് നമ്മൾ ചുരുക്കി പറഞ്ഞ RIS എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം എന്നുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ നിലവിൽ ഏതൊക്കെ തരത്തിലുള്ള RIS സിസ്റ്റമാണ് നമ്മൾ വേൾഡിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ കാണുന്ന സിസ്റ്റം എന്ന് വെച്ചാൽ ഇതൊരു റീസർക്കുലേറ്റിംഗ് സിസ്റ്റമാണ്. ഇതൊരു ബേസിക് സിസ്റ്റമാണ്. നമ്മളിത് വേറെ ഇപ്പോൾ അറിയാൻ പറ്റും. ഇതൊരു ബയോഫിൽറ്റർ, മെക്കാനിക്കൽ ഫിൽറ്റർ, ബയോഫിൽറ്റർ എന്നുള്ള രീതിയിലുള്ള കുറച്ച് പെൻസിൽ തിരിച്ച് റിട്ടേൺ വെള്ളം വരാനുള്ളൊരു പമ്പ് മാത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പക്ഷേ ഇതിൽ മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള ചെയ്യുന്നുണ്ട്. അതായത് തിരിച്ച് വരുന്ന വെള്ളത്തിൽ ഓക്സിജൻ, ഡയറക്റ്റ് പ്യുവർ ഓക്സിജൻ, ഇതിപ്പോൾ നമ്മൾ എയറാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇതിന് പകരം ഈ ഭാഗത്ത് ഓക്സിജൻ ഇഞ്ചെക്ട് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ തിരിച്ചു പോകുന്ന വാട്ടറിൽ ഓസോണേഷൻ, UV ലൈറ്റ് ഉപയോഗിച്ചിട്ട് ഡിസിൻഫെക്ഷൻ, അങ്ങനെയൊക്കെയുള്ള സിസ്റ്റംസ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡെൻസിറ്റിയാണ് വ്യത്യാസം, ഫിഷിൻ്റെ ഡെൻസിറ്റി വ്യത്യാസമുണ്ട്. നമ്മൾ ഇതിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള സിസ്റ്റമാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അങ്ങനെ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ബയോഫിൽറ്റർ വെച്ചിട്ട് മാറുന്നു. ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബയോഫിൽറ്റർ MBBR വെച്ചിട്ടുള്ളതാണ്. അതിന് പകരം ചിലർ നെറ്റൊക്കെ ഉപയോഗിക്കാറുണ്ട്. വെറുതെ നെറ്റും കുറച്ച് കാര്യങ്ങളിടും, കക്കായിടും, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ബയോഫിൽറ്ററിൻ്റെ സൈസ് കൂടി എഫിഷ്യൻസി കുറയും. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരാറുണ്ട്, മെക്കാനിക്കൽ ഫിൽറ്ററിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. നമ്മളതൊന്നും ഉപയോഗിച്ചിട്ടില്ല, നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ഡിസൈനിലാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ആൾക്കാർ ചെയ്യാറുണ്ട്. മെയിൻലി നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിസ്റ്റമാണ്. വലിയ ഡെൻസിറ്റി, അതായത് വളരെ കുറഞ്ഞ ഏരിയയിൽ ഒരുപാട് മീൻ ഇടുന്ന രീതിയിലുള്ള ഡെൻസിറ്റിയിലേക്കുള്ള രീതിയിലുള്ള സിസ്റ്റം വരെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല രീതിയിൽ മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്. പരമ്പരാഗതമായിട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ മോഡേൺ ടെക്നോളജി ഒക്കെ ചെയ്യുന്നവരുണ്ട്. എന്താണ് RISൻ്റെ അഡ്വാൻറ്റേജ്? എന്താണ് ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ? RISൽ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നമ്മൾ ഇതിൻ്റെ സ്പേസ് കുറഞ്ഞ ഏരിയയിൽ നിന്നും കൂടുതൽ പ്രൊഡക്ഷൻ എന്നുള്ളൊരു അഡ്വാൻറ്റേജാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. പിന്നെ ഒപ്റ്റിമം വാട്ടർ ക്വാളിറ്റിയാണ്. മീൻസ് ഇപ്പോൾ നമ്മൾ നാച്ചുറൽ പോണ്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ നേച്ചറിനനുസരിച്ചിട്ട് മാറും. വെള്ളത്തിൻ്റെ അളവ് മാറും, ടെമ്പറേച്ചർ കൂടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നു. പക്ഷേ ഈ ഒരു സിസ്റ്റം നമുക്ക് വാട്ടർ പാരാമീറ്റർ എന്ത് വേണമെന്നുള്ളത് നമുക്ക് നിശ്ചയിക്കും. ഇത് ഞാൻ പറഞ്ഞില്ലേ, കോൾഡായിട്ടുള്ള സ്ഥലത്ത് വാം വാട്ടർ ഫിഷിനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഷ്രിമ്പൊക്കെ വാം വാട്ടറിൽ ചെയ്യുന്നതാണ്. കോൾഡ് ഏരിയയിൽ അതിനെ ചെയ്യുന്നതിന് RIS സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് നിർത്താം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെൻസിറ്റിയിൽ നമ്മൾ ഫിഷിനെ ഇടാം. നമ്മൾ ഉദ്ദേശിക്കുന്ന എത്ര കിലോഗ്രാമാണോ ഫിഷ് നമുക്ക് കിട്ടുന്നത് അത്രയും ഫിഷിനെ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു കാൽക്കുലേഷൻസ് കിട്ടും. പിന്നെ ഫിഷിൻ്റെ ഗ്രോത്ത്, ഇപ്പോൾ പറഞ്ഞിട്ട് ഹാർവസ്റ്റ് ചെയ്യാനുള്ള എളുപ്പം, നമ്മൾ കുറച്ച് ഏരിയ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ ഫിഷിനെ പെട്ടെന്ന് ഹാർവസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് RISൽ ചെയ്യുമ്പോഴത്തേക്ക്. ഇനി ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ്, പിന്നെ കുറവ് സ്ഥലമുള്ളവർക്ക് കൂടുതൽ ഫിഷിനെ കുറച്ച് ഏരിയ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാമെന്നുള്ളത്. പിന്നെ നമുക്ക് ഈ RIS സിസ്റ്റത്തിൽ എല്ലാ തരം ശുദ്ധജല മത്സ്യങ്ങളെയും നമുക്ക് വളർത്താൻ പറ്റുമോ? ആൾമോസ്റ്റ് എല്ലാ ഫിഷും. ഇപ്പം മറ്റ് ബയോഫ്ലോഗിലെ പോലെയുള്ള സോളിഡ്സിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. അതുകൊണ്ട് ആൾമോസ്റ്റ് എല്ലാ ഫിഷും നമുക്ക് ചെയ്യാം. പക്ഷേ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നമ്മൾ ഇടുന്ന ഫിഷ് പെല്ലറ്റ് ഫീഡ് എടുക്കുന്നതായിരിക്കണം. ഇൻറ്റൻസീവായിട്ട് ഇട്ട് കഴിഞ്ഞാൽ സ്ട്രെസ് ഉണ്ടാവാത്തതായിരിക്കണം. ഉദാഹരണത്തിന് തിലാപ്പിയ, അനബാസ്, അങ്ങനെ കുറേ ഫിഷുകൾ, ഇപ്പോൾ നമ്മൾ കാർപ്പുകൾ എല്ലാം ഇതിനകത്ത് ഇടാൻ പറ്റും. അങ്ങനെയുള്ള ഫിഷുകളെല്ലാം ചെയ്യും. പിന്നെ ക്യാറ്റ് ഫിഷസ്, ഇതിനെല്ലാം ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ ഒരുപാട് ക്യാറ്റ് ഫിഷ്, അതുപോലെ ഫിഷുകൾ പല വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫിഷ് ഈ നമ്മുടെ ഈ കൈത്തീറ്റ എടുക്കില്ല, പെല്ലറ്റ് ഫീഡ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഫിഷിനാണ് ഏറ്റവും സ്യൂട്ടബിൾ ഈ ഒരു കളത്തിന്. കാരണം നമ്മളിത് മറ്റ് ഫിഷുകളോ മറ്റേ വേസ്റ്റുകളോ അല്ലെങ്കിൽ നമ്മളിതൊരു കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഇത്ര കിലോഗ്രാം ഫീഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്, നമുക്ക് ഇത്ര കിട്ടണം എന്നൊക്കെ. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇത്തരം തീറ്റ, ഡ്രൈ ആയിട്ടുള്ള പെല്ലറ്റ് ഫീഡ് എടുക്കുന്ന ഫിഷിനെ വേണം നമ്മൾ പ്രിഫർ ചെയ്യാൻ. അങ്ങനെയുള്ള ഫിഷിനായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മൾ ഓരോ ഫിഷ്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഫിഷുകൾ കാണും. നമ്മൾ ഓരോന്നിനെ കണ്ടെത്തിയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നിലവിലെല്ലാവരും കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന തിലാപ്പിയാണ്. പിന്നെ ചെയ്ത് കണ്ടുവരുന്നത് ഈ അനാബസ്, വാള, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ.
കുറച്ചുകൂടി എക്സ്പെൻസീവായിട്ട് നമുക്ക് മാർക്കറ്റിൽ വില കിട്ടുന്ന ഫിഷ് കാളാഞ്ചിയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ നിന്നുള്ള സ്റ്റാൻഡേർഡ്സ് നമ്മളിവിടെ ക്രിയേറ്റ് ആക്കിയിട്ടില്ല. നമ്മുടെ ഇന്ത്യയിലെ അക്വാകൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റി ഒന്നും തന്നെ അതിനുള്ള സ്റ്റാൻഡേർഡ്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കാളാഞ്ചിയൊക്കെ ചെയ്താൽ നമുക്ക് നല്ല ലാഭമാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് വരുന്നത്. ഇപ്പം ഫിഷിൻ്റെ കേസിൽ നമുക്ക് ആൾമോസ്റ്റ് എല്ലാ ഫിഷും ചെയ്യാം. ഫിഷിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന തീറ്റ എടുക്കണം എന്നുള്ളതാണ്, നമ്മുടെ പെല്ലറ്റ് ഫീഡ് എടുക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കൺസേൺ. ഈ ഒരു RIS സിസ്റ്റത്തിൽ മത്സ്യകൃഷി ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്? നമ്മളിപ്പോൾ ഏത് സിസ്റ്റം RIS എന്നാൽ ഏത് സിസ്റ്റത്തിലായാലും നമ്മൾ കുറച്ച് മെയിനായിട്ട് വാട്ടർ പാരാമീറ്റേഴ്സ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അതൊരു പ്രത്യേക ഷെഡ്യൂളിൽ നമ്മളതെല്ലാം ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. pH, അമോണിയ, നൈട്രേറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ. അതായത് നമ്മൾ വൺസ് നമ്മുടെ സിസ്റ്റം ബയോഫിൽറ്റർ എസ്റ്റാബ്ലിഷ് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം മെച്ചുവറായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ലാതെ റൺ ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈവൻ നമുക്ക് ഉറപ്പുണ്ട് നമ്മുടെ ഫിൽറ്റർ നല്ല വിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും ഒരു റൂട്ടീനായിട്ടുള്ള ഇതിൻ്റെ അല്ല വാട്ടർ പാരാമീറ്റർ ചെക്കിങ് നല്ലതാണ്. പിന്നെ നമ്മൾ സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോഴുള്ള മെയിനായിട്ടുള്ള എയറേഷൻ, ബയോഫിൽട്രേഷൻ, ഇതിൻ്റെ ഫ്ലോ റേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് ഡിസൈൻസ് കാൽക്കുലേഷൻസ് ഉണ്ട്. ചെറിയൊരു ഇത് വെച്ചിട്ട് ചെറിയൊരു പമ്പ് വെച്ച് കുറച്ച് വെള്ളം ഇതിനകത്തോടെ കയറ്റി ഇറക്കിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. അതൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ മറ്റ് ഇപ്പോൾ ഫിഷുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഫിഷിൻ്റെ ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പാരാസൈറ്റിക് ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ വന്നു കഴിയുകയാണെങ്കിൽ നമുക്ക് നാച്ചുറൽ വേയിൽ മാത്രമേ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം നമ്മൾ ആൻറ്റിബയോട്ടിക്സോ മറ്റുള്ള കാര്യങ്ങളോ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ബയോഫിൽറ്ററിലോട്ട് ഒരു കാരണവശാലും ഇത് പോകരുത്. ഇതിനകത്ത് നമ്മൾ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ഈ വാട്ടറെല്ലാം ഒഴിപ്പിച്ചതിന് ശേഷം പുതിയ വെള്ളം ഒഴിച്ച് അതിന് ശേഷം മാത്രമേ നമുക്ക് വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ മെയിനായിട്ട് വാട്ടർ പാരാമീറ്റേഴ്സ് എപ്പോഴും നമുക്ക് ഒപ്റ്റിമൽ ലെവലിൽ തന്നെ ആണെന്നുള്ളത് ഉറപ്പാക്കണം. പിന്നെ നമ്മൾ കൊടുത്തുതന്ന എയറേഷന്, ഇലക്ട്രിസിറ്റി, അതായത് ബാക്കപ്പ് ഫ്ലോക്കിൻ്റെ കാര്യം പറഞ്ഞാൽ RISനും കുറച്ച് സമയം കൂടെ ഇതിനകത്ത് ഇപ്പം സോളിഡ്സ് ഇല്ലാത്തൊരു സിസ്റ്റം കുറച്ച് സമയം കൂടെ കൂടുതൽ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ ബാക്കപ്പ് ഫസ്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് RISൽ മെയിനായിട്ട് ഇത് ചെയ്യാനുള്ളത്. പിന്നെ ഫീഡിങ് എല്ലാം മറ്റേ പോലെയൊക്കെ തന്നെയാണ്, ബാക്കിയുള്ള സിസ്റ്റത്തിലേക്ക് തന്നെയാണ്. അതായത് ഒരു 10 മിനിറ്റിനുള്ളിൽ തീറ്റ എടുക്കുന്ന രീതിയിൽ മാത്രമേ നമ്മൾ ഫീഡ് ചെയ്യാവുള്ളൂ. അതിൽ കൂടുതൽ ഫീഡ് കഴിഞ്ഞാൽ ഓവർ ഫീഡിങ് ആണ്, ഫിഷിന് പ്രശ്നം ഉണ്ടാവും, തീറ്റ ദഹിക്കാതെ വരും, പിന്നെ ഇവരുടെ അമോണിയ ഹൈക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അക്വാപോണിക്സ് ഫാമുകളിലും കണ്ടിട്ടുണ്ട് ഈ RIS സിസ്റ്റത്തിലുള്ള ഫിൽട്ടർ യൂണിറ്റ് പോലുള്ള യൂണിറ്റുകൾ കണ്ടിട്ടുണ്ട്. ഏത് നമ്മളെ അക്വാപോണിക്സിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ RISൽ നമുക്ക് കാണാനുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആക്ച്വലി ഇത് രണ്ടും റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം തന്നെയാണ്, RIS തന്നെയാണ്. കാര്യം അക്വാപോണിക്സിലാണെങ്കിലും RISലാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് സെൻറ്ററിൽ നിന്നൊരു ട്രെയിൻ വഴി ഈ ബയോഫിൽറ്ററിന് കൂടെ ഇറക്കി തിരിച്ച് ടാങ്കിൽ കൊണ്ടുവരുന്നു. അക്വാപോണിക്സിൽ ചെയ്യുന്നതും സെയിം തിങ് ആണ്. മീൻസ് പമ്പ് ഉപയോഗിച്ചിട്ട് വെള്ളം എടുത്തൊരു ഫസ്റ്റ് ഒരു മെക്കാനിക്കൽ ഫിൽറ്റർ കഴിഞ്ഞിട്ട് ബെഡിലേക്ക് കൊടുക്കുന്നു. ഇപ്പോൾ മെക്കാനിക്കൽ ഫിൽറ്ററിൻ്റെ ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, സോളിഡ്സിനെ റിമൂവ് ചെയ്യാനാണ്. സെക്കൻഡ് ബയോഫിൽറ്ററിൻ്റെ ഫംഗ്ഷൻ അവിടെ ചെയ്യുന്നത് മെറ്റലിൻ്റെ ബെഡാണ്. കാര്യം ബെഡിന് എന്ന് പറയുന്നതാണ് ബാക്ടീരിയയ്ക്കുള്ള സബ്സ്ട്രേറ്റ്, അല്ലെങ്കിൽ അതിന് പറ്റിപ്പിടിച്ചിരിക്കാനുള്ള സർഫസ്. അത് നമ്മൾ ഒന്നുകിൽ മെറ്റലിൻ്റെ ബെഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ അക്വാപോണിക്സ് എന്ന് വിളിക്കുന്നത്. അതിൽ പച്ചക്കറിയും കൂടെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്രോപ്പ് രണ്ടാവും. ഇതിൽ വന്നിട്ട് നമുക്ക് പച്ചക്കറി എന്നുള്ള ക്രോപ്പില്ല, പകരം നമ്മൾ കോമ്പാക്റ്റ് ആയിട്ടുള്ള, അതായത് സർഫസ് ഏരിയ പെർ മീറ്റർ ക്യൂബ് എടുക്കുമ്പോൾ സർഫസ് ഏരിയ കൂടുതൽ കിട്ടുന്ന ഒരു ബയോഫിൽറ്റർ മീഡിയ ഉപയോഗിച്ചിട്ട്, MBBR മീഡിയ ഉപയോഗിച്ചിട്ട് അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ വെള്ളം ഇതിനകത്തോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ ഈ വലിയ ഏരിയ, ഇപ്പോൾ 3 ഇരട്ടി ഏരിയയിലൊക്കെ ബെഡ് ചെയ്യുന്നവർ ഒരു അക്വാപോണിക്സ് കോളം ഉണ്ടായി കഴിഞ്ഞു. അത്ര ഏരിയയിൽ കിട്ടുന്ന സർഫസ് ഏരിയ നമ്മൾ ഈ ഒരു ചെറിയ യൂണിറ്റിനകത്ത് നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ നമ്മുടെ സ്ഥലം പ്രൊഡക്ടിവിറ്റി പെർ ഏരിയ നോക്കുവാണെങ്കിൽ, ഫിഷിൻ്റെ പ്രൊഡക്ടിവിറ്റി മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് ഏരിയ കുറച്ച് എടുക്കുന്നത്. അക്വാപോണിക്സ് എന്ന് പറഞ്ഞാൽ ബെഡിൻ്റെ ഏരിയയും കൂടെ വരും. പിന്നെ പച്ചക്കറി എന്ന് പറയുന്ന സാധനത്തിന് പൊതുവേ മാർക്കറ്റ് ഇല്ല, കുറവാണ് മാർക്കറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആൾക്കാരെ ചെയ്യുമ്പോൾ കുറച്ച് ചിലരൊക്കെ സക്സസ്ഫുള്ളായിട്ട് ചെയ്യുന്നവർ കാണും. എങ്കിലും കൂടുതൽ ആൾക്കാരും ഫെയിലറാണ്. സിസ്റ്റം ഫെയിലറാണെന്നല്ല, ഈ പച്ചക്കറിയുടെ കാര്യത്തിൽ നമുക്ക് അത്രയും ബെഡിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പോയത് തിരിച്ച് റിട്ടേൺ എടുക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്, അത്രയും ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നുകൂടെ ബെറ്റർ RIS ആണ്. RIS അല്ലെന്നുണ്ടെങ്കിൽ അതുപോലുള്ള പ്രത്യേകിച്ച് അക്വാകൾച്ചർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ പച്ചക്കറി അല്ല വെജിക്കൾച്ചറിലോട്ട് പോകാം. വെജിറ്റബിൾ കൾച്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വേസ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മളിവിടെ ഫിൽട്ടർ യൂണിറ്റിൽ MBBR ആണ് യൂസ് ചെയ്തതാണ് മീഡിയ ആയിട്ട്. എന്തുകൊണ്ടാണ് MBBR സെലക്ട് ചെയ്തത്? നമ്മൾ MBBR മീഡിയ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മൾ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ RISനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാക്സിമം ഫിൽട്ടർ കോമ്പാക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത്ര ഏരിയ കിട്ടുകയാണ്. അതായത് ഫിൽറ്ററിൻ്റെ സൈസ് കുറയുന്നതനുസരിച്ചിട്ട് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയയുടെ സർഫസ് ഏരിയ കൂടുന്നതനുസരിച്ച് ഫിൽറ്ററിൻ്റെ സൈസ് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും
1 മീറ്റർ ക്യൂബ് മീഡിയ എടുക്കുമ്പോൾ അതിൽ കൂടുതൽ സർഫസ് ഏരിയ ഉള്ളത് ഏതാണോ അങ്ങനെയുള്ള മീഡിയകൾ നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ MBBR എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത്ര 1 മീറ്റർ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഇത്ര സർഫസ് ഏരിയ എന്നുള്ളത് നമുക്ക് അതിനകത്ത് ആ മാനുഫാക്ചറുടെ ഡീറ്റെയിലിൽ കാണും. അതുപോലെ ഇപ്പം മെറ്റലിൻ്റെ ബെഡ് എടുക്കുവാണെങ്കിൽ അതിനേക്കാൾ ഒരുപാട് കുറവായിരിക്കും 1 മീറ്റർ ക്യൂബിൽ എടുക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ ബയോഫിൽറ്ററായിട്ട് ചെയ്യുമ്പോൾ ഏറ്റവും സർഫസ് ഏരിയ കൂടുതലുള്ള മീഡിയ ആണെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫിൽറ്ററിൻ്റെ സൈസ് കുറയും. കാര്യം ആക്ച്വലി ബാക്ടീരിയ ഇരിക്കാനുള്ള സർഫസ് ഏരിയ അവിടെ ഉണ്ട്, ഇതിന് ആക്ട് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം സിസ്റ്റം നമുക്ക് കോമ്പാക്റ്റ് ആക്കാൻ നോക്കുക. അപ്പോൾ അത്രയും ഏരിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ബാക്കി വേറെ ടാങ്കുകളോ എല്ലാം വരുന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ഏരിയയിൽ കൂടുതൽ ഫിഷിൻ്റെ പ്രൊഡക്ഷൻ എന്നുള്ളത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് MBBR മീഡിയ നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം. അതുപോലെ തന്നെ ഇപ്പോൾ ഫിൽട്ടർ സംവിധാനത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഒരുപാട് യൂണിറ്റുകൾ കണ്ട് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ചിലരൊക്കെ പറയുന്നത് കേൾക്കാറുള്ളത് ചില യൂണിറ്റുകളിലൊക്കെ കാണാം നമുക്ക് നെറ്റ്, അതുപോലെ തന്നെ കക്കത്തോട്, പിന്നെ അതുപോലെ തന്നെ ഇത്തരം രീതിയിലുള്ള മെറ്റീരിയൽസൊക്കെ പലരും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം മീഡിയ നമ്മൾ തിരഞ്ഞെടുക്കും, പുതിയ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ അവരത് തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ നമ്മളെല്ലാവരും ആൾക്കാർ ചിന്തിക്കുന്നത് ഇതൊക്കെ ചീപ്പാണല്ലോ, അപ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ ചെയ്യാമല്ലോ എന്നുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള മീഡിയാസ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിത് ഒരു പക്ഷേ മെക്കാനിക്കൽ ഫിൽറ്ററായിട്ട് ഉപയോഗിക്കുന്നത് ഇതായിരിക്കും. അതിനുശേഷം ചിലപ്പോൾ ബയോ ഫിൽറ്ററായിട്ട് ഇതുപോലുള്ള മീഡിയാസ് ആയിരിക്കും ഇപ്പോൾ കക്കയൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. മെക്കാനിക്കൽ ഫിൽറ്ററായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ മെഷോ അല്ലെന്നുണ്ടെങ്കിൽ നെറ്റോ സ്പോഞ്ചൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് വാഷ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. മെക്കാനിക്കൽ ഫിൽറ്റർ നമ്മൾ പിന്നെ ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി വാഷ് ചെയ്താണ് നമ്മൾ ഇതിൻ്റെ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വാഷ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ട് വരും. ഇതെടുത്ത് പുറത്ത് കൊണ്ടുപോയി കഴുകി ചിലർക്ക് അലർജി ഉണ്ടാവും, കൈ ചൊറിയുന്നത്, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കാനാണ് നമ്മൾ സിസ്റ്റത്തിൽ പറ്റിയൊരു ഡിസൈനാണ് ചെയ്തത്. ഇതിൽ നെറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ബയോഫിൽറ്റർ ചെയ്യുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ഈ സാധനം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴുകും. ബയോഫിൽറ്ററിനകത്തും അഴുക്ക് കയറി കഴിയുമ്പോൾ അവർ കഴുകുന്ന ടൈമിൽ അവർ കഴുകി കളയുന്നത് ഇതിനകത്ത് ആൾറെഡി പിടിച്ച് വളർന്നു വന്ന ബാക്ടീരിയയും കൂടാണ്. അപ്പോൾ ഈ പ്രോസസ്സ് ഇത്രയും വലിയ അമോണിയ ഉള്ള സമയത്ത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്ന ഇതിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുമ്പോൾ പിന്നീട് അമോണിയ ഹൈക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചീപ്പായിട്ടുള്ള മീഡിയ ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. അപ്പോൾ ബയോഫിലിംസ് നഷ്ടപ്പെട്ടു പോകാൻ, ബാക്ടീരിയയുടെ ആ ഒരു ഫിലിം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സർഫസ് ഏരിയ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നപ്പോൾ ഒരു 1 ലക്ഷം ലിറ്റർ 2 ലക്ഷം ലിറ്ററൊക്കെ ഉള്ള ടാങ്കിന് ഒരു 4-5 ബാരൽ വെച്ചിട്ട് വെറുതെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ടൊരു ഗുണമില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇത്ര ഒരു ടാങ്കിന് തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഏരിയ കണ്ടുകഴിയുമ്പോൾ മനസ്സിലാവും ആ ഫിൽറ്ററിൻ്റെ പിന്നെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടെന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വാട്ടർ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് മെയിനൊരു ഘടകമാണ് RIS. അതുപോലെ തന്നെ ഈ അക്വാപോണിക്സിൽ നമ്മളെ സെയിം RIS സിസ്റ്റം പോലെ ഫിൽറ്റർ സംവിധാനങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും പല അക്വാപോണിക്സ് യൂണിറ്റുകളും പരാജയപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്തായിരിക്കും അതിനുള്ള റീസണ്? അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്തോളം നമ്മുടെ നാട്ടിൽ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് ഈ മെറ്റൽ വെച്ചിട്ടുള്ള ബെഡുകളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ വൺസ് അതിൽ നമ്മൾ ബാക്ടീരിയ ഒക്കെ വളർന്നു വന്ന് ഫിഷിനെ നമ്മൾ ഇട്ട് പച്ചക്കറിയൊക്കെ വളർന്നു വന്ന് ആദ്യത്തെ ഒരു ക്രോപ്പ് നല്ലതായിട്ട് കിട്ടും. അപ്പോൾ സെക്കൻഡ് ക്രോപ്പ് തൊട്ടായിരിക്കും പലർക്കും പല പ്രശ്നങ്ങൾ, ചെടികൾക്ക് അസുഖങ്ങൾ, റൂട്ടിൽ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അതിനുള്ള മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എത്ര നമ്മൾ മെക്കാനിക്കൽ ഫിൽറ്റർ വെച്ചിട്ട് ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും കുറച്ച് സോളിഡ്സ്, ചെറിയ അളവിലുള്ള സസ്പെൻഡഡ് സോളിഡ്സ് ഒക്കെ ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്പെറൻസി കുറയും. പിന്നെ ഇതുകൊണ്ട് ഇതിൻ്റെ ബെഡിനുള്ളിൽ അക്യുമുലേഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഫിഷിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് മിക്കവാറുള്ളവർക്ക് ഫിഷിൻ്റെ ഗ്രോത്ത് കുറച്ചൊക്കെ കിട്ടുന്നത്. പക്ഷേ നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ, അതായത് മെറ്റലിൻ്റെ ബെഡിനുള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് അവിടെ അടിഞ്ഞു കൂടിയിട്ട് റൂട്ടിലെല്ലാം ഇതിൻ്റെ വേസ്റ്റ് കയറാൻ തുടങ്ങും. അതൊന്നും. പിന്നുള്ള കാര്യം നമ്മൾ ഈ ആൾറെഡി ഇതിനകത്ത് ഞാൻ പറയില്ല ബയോഫിലിം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ബയോഫിലിം ഡെഡായിട്ട് അതും ഇതിനുള്ളിൽ അക്യുമുലേറ്റ് ആകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ എയർ ഇല്ലാത്ത, അതായത് അനേറോബിക് ആയിട്ടുള്ള സോൺ ഉണ്ടാകും, സോളിഡ്സ് ഒരുപാട് ഡെപ്പോസിറ്റ് ഉണ്ടാകും. അങ്ങനെയുള്ള കണ്ടീഷനിൽ ചെടിക്ക് ഓക്സിജൻ എടുക്കാൻ ഒക്കത്തില്ല. അത് കൂടാതെ ഈ വരുന്ന സിസ്റ്റത്തിലോട്ട് കടന്നു വരുന്ന വെള്ളത്തിലുള്ള ഓക്സിജനും ഈ സോളിഡ്സ് സ്വീകരിക്കും ഡീകമ്പോസ് ആകാൻ വേണ്ടി. ഞാൻ നേരത്തെ അവരോട് ബയോഫ്ലോക്കിൽ ഒരുപാട് ഓക്സിജൻ ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഈ ബെഡിൽ ഓക്സിജൻ ഡിമാൻഡ് കൂടും. അപ്പോൾ അത് ഒരു സിസ്റ്റമാണ്. അതായത് നമ്മളെ സിസ്റ്റത്തിൽ കൊടുക്കുന്ന ഓക്സിജൻ്റെ ഒരു പങ്ക് ഈ ബെഡ് കൺസ്യൂം ചെയ്യും. സാധാരണ ഇതിൽ അക്വാപോണിക്സിലെ ബെഡ് സിസ്റ്റത്തിലെ ഓക്സിജൻ എടുക്കില്ല. കാര്യം അത് ഫ്ലഡ് ആൻഡ് ഡ്രെയിൻ ആണ്. മുകളിൽ പോയിട്ട് തിരിച്ച് വരുന്ന ടൈമിലാണ് എയർ പിന്നെ ബെഡിനുള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള ബ്ലോക്കേജ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കത്തില്ല. സൈഫൺ ബ്രേക്ക് ആവാതെ വരിക, സ്റ്റാർട്ട് ആവാതെ വരിക, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസൊക്കെ ഒരുപാടുണ്ടാവും. അതുകൊണ്ടാണ് പുറത്തുള്ള വീഡിയോസ് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എല്ലാം ഫ്ലോട്ടിംഗ് ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അതായത് തെർമോക്കോളിൽ ഇട്ടിട്ട് ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പോൾ അവർ നല്ല രീതിയിലുള്ള ഫിൽട്രേഷൻ, മെക്കാനിക്കൽ ഫിൽറ്ററൊക്കെ സ്ട്രോങ് ആയിട്ട് ചെയ്ത് അങ്ങനെ കയറ്റി വിട്ടിട്ടാണ് അവരുടെ ആ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത്. അതല്ല ഇവിടെ ചെയ്യുന്നത് മുഴുവൻ വലിയ ബെഡുകൾ, മെറ്റലിൻ്റെ ബെഡുകളാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ഫെയിലാകുന്നത്. ആ ഒരു ദിവസം നമുക്ക് RISൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അവരവിടെ ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ സാധനം നമ്മൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫ്ലോട്ടിംഗ് ക്രാഫ്റ്റ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് അഡ്വാൻറ്റേജ് ഒന്നും ഇല്ല. കാര്യം അവിടെ അവർ ചെയ്യുന്നത് ലീഫി വെജിറ്റബിൾസാണ്. നമുക്കിവിടെ ലീഫി വെജിറ്റബിൾസിന് അത്ര വലിയ വിലയൊന്നും
അത് കാണുന്നില്ല. പിന്നെ നമ്മൾ ഈ കുറച്ച് ഫിഷിനെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഏരിയയിൽ കുറച്ച് പച്ചക്കറി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമുക്കത് സസ്റ്റൈനബിളായിട്ട് പോകത്തില്ല. അതുകൊണ്ട് തന്നെ അക്വാപോണിക്സ് മാനേജ് ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടാണ്. ഈ ബെഡ് ക്ലീൻ ചെയ്യണം, ഓരോ ഹാർവസ്റ്റ് പച്ചക്കറി എടുത്ത് കഴിയുമ്പോൾ റൂട്ടൊക്കെ എടുത്ത് കളഞ്ഞ്, അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഫിഷ് പ്രൊഡക്ഷനിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ ഒരു ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാമിങ്ങിൽ നമ്മളിപ്പോൾ എയറേഷന് വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പവർ ഫെയിൽ ആവുക എന്തെങ്കിലും രീതിയിൽ എയറേഷൻ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മളെപ്പോഴും പവർ കുറഞ്ഞുണ്ടോ, നമ്മൾ ഫസ്റ്റ് ഡിസൈൻ ചെയ്യുമ്പോഴേ നമ്മൾ ഇതിൻ്റെ എയറേഷൻ കാര്യങ്ങൾ, ഫിഷിന് എത്ര ഓക്സിജൻ ഡിമാൻഡ് ഉണ്ട്, അതെല്ലാം കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ഇടുന്ന ഫിഷ് എയർ ബ്രീത്തിങ് ആണോ അല്ലാത്തതാണോ ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് നമ്മളൊരു എയറേഷൻ സിസ്റ്റം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബയോഫിൽറ്ററിൻ്റെ റെസ്പിറേഷൻ എത്രയാണ്, ബയോഫിൽറ്റർ എത്രത്തോളം ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം ഒരു സിസ്റ്റം സെലക്ട് ചെയ്തെടുക്കാൻ. ഫിഷിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ എയറേഷൻ സിസ്റ്റം സെലക്ട് ചെയ്യണം, എല്ലാം ഈ ഒരു ഇത്രയും പാരാമീറ്റേഴ്സ് നോക്കിയിട്ടാണ്. അപ്പോൾ എപ്പോഴും പവർ ബാക്കപ്പ് മസ്റ്റാണ്. അതുകൂടാതെ അഡിക്വേറ്റ് എയറേഷൻ കുറയുമ്പോൾ ഉള്ള പ്രശ്നം ഫിഷിന് നമ്മൾ ഈ കൊടുക്കുന്ന വേസ്റ്റ്, നമ്മൾ എന്ത് സാധനം കൊടുത്താലും അതെല്ലാം ഫിഷിന് ബോഡിയിൽ ഓക്സിഡൈസേഷൻ നടക്കുന്നുണ്ട്, നൈട്രിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനെല്ലാം ഓക്സിജൻ വേണം, അതായത് ഓക്സിജൻ സ്വീകരിക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ഇത്ര കിലോഗ്രാം തീറ്റ ഓക്സിഡൈസ് ആയിട്ട് മാറാൻ ഇത്ര കിലോഗ്രാം ഓക്സിജൻ കൊടുക്കണമെന്നുണ്ട്. അതായത് തമ്പ്രൂളിന് കിലോഗ്രാം കൊടുക്കുകയാണെങ്കിൽ 1 കിലോഗ്രാം ഓക്സിജൻ കൊടുക്കണമെന്നാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എയർ കൊടുക്കുന്നതാണ്. കാര്യം ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്ന എയറേഷനാണ്, ഓക്സിജനേഷൻ അല്ല. കാര്യം എയറാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ എയറിൽ 21% ഓക്സിജൻ ഉള്ളൂ. അതിൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ എത്രത്തോളം വേണം എയർ പമ്പ് എന്നുള്ളതെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. എയറേഷൻ മസ്റ്റാണ്, അതായത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പോണ്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ എയർ ലിഫ്റ്റിംഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചില സ്ഥലത്ത് നമ്മൾ സബ്മേഴ്സിബിൾ പമ്പ് വെച്ചിട്ട് വെഞ്ചുറി സെറ്റ് ചെയ്തും കാണാറുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ഉള്ളതിൻ്റെ വ്യത്യാസം എന്താണ്, ഏതാണ് ബെറ്റർ? എപ്പോഴും ഡിഫ്യൂസ്ഡ് എയറേഷൻ അല്ലെന്നുണ്ടെങ്കിൽ എയർ ലിഫ്റ്റ് എയറേഷൻ ഇതൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇപ്പോൾ നമുക്കിവിടെ കാണാം, നമ്മൾ ഇവിടുന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ട് എയർ മിക്സ് ചെയ്താണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. താഴെ എയർ ലിഫ്റ്റ്, ഇത് എയർ ലിഫ്റ്റ് പമ്പാണ്. എയർ ലിഫ്റ്റ് പമ്പ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബോട്ടം പാർട്ടിൽ എയർ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും. അവിടെ വെച്ചിട്ട് എയറും വാട്ടറോടെ മിക്സ് ചെയ്തിട്ട് ആ മിക്സ്ചർ മുകളിലോട്ട് വന്നിട്ട് തിരിച്ചു വരുന്നതാണ്. അതാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. വെഞ്ചുറിയുടെ പ്രിൻസിപ്പിളാണെന്ന് വെച്ചാൽ, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു നാരോട്ടുള്ള നോസിലൂടെ നമ്മൾ ഈ വാട്ടറിനെ ഇഞ്ചെക്ട് ചെയ്യും. അത് പിന്നീടൊരു ഈ പറഞ്ഞിട്ട് ആ നോസിൽ ഇൻവെർട്ടർ നോസിൽ എന്നുള്ള രീതി തിരിച്ചു വരുന്ന രീതിയിൽ ഡൈവർജൻ്റ് ആയിട്ടുള്ള പോർഷൻ കൂടെ തിരിച്ചു വിടുമ്പോഴത്തേക്ക് ആ ഒരു പോയിൻ്റ്, ആ നോസിൽ ആവുന്ന ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് പ്രഷർ കുറഞ്ഞിട്ട് അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി എയറിനെ വലിക്കുകയാണ്. ഇത് നമ്മൾ എവിടെ എയർ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ്. മറ്റേ വെള്ളം ഈ പറഞ്ഞിട്ടൊരു നോസിലൂടെ കടത്തി വിടുമ്പോൾ ആ ഭാഗത്തുണ്ടാകുന്ന പ്രഷർ ഡിഫറൻസ് കൊണ്ട് ആ നോസിയറിൽ നിന്ന് എയറിനെ വലിച്ചെടുക്കുന്ന സിസ്റ്റമാണ് എഞ്ചുറി എന്ന് പറയുന്നത്. പക്ഷേ ആ എഞ്ചുറി എന്ന് പറഞ്ഞ സിസ്റ്റം ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അതായത് ഒരുപാട് കൺവേർഷൻ നടക്കുന്നുണ്ട്. മീൻസ് ഫസ്റ്റ് നമ്മൾ ഇലക്ട്രിസിറ്റി റൊട്ടേഷൻ മോഷൻ ആക്കുന്നുണ്ട്, അത് വെച്ചിട്ട് പമ്പ്, അതായത് ഹൈഡ്രോളിക് എനർജി ആയിട്ട് മാറ്റുന്നുണ്ട്. അതിനെ പിന്നീട് നമ്മൾ വീണ്ടും ഇഞ്ചെക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ ഇതിലൂടെ നോസിലൂടെ വെലോസിറ്റി, പ്രഷറിനെ വെലോസിറ്റി ആക്കി മാറ്റുന്നുണ്ട്. അവിടെ വെച്ചിട്ടുണ്ടാകുന്ന പ്രഷർ ഡിഫറൻസ് കൊണ്ടിട്ടാണ് ഈ വരുന്നത്. അപ്പോൾ അത്രയും കൺവേർഷൻ നടക്കുമ്പോഴത്തേക്ക് ടോട്ടൽ അതിൻ്റെ എഫിഷ്യൻസി വളരെ കുറവാണ്. നോക്കുവാണെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി ഒരുപാട് കുറയും. അപ്പോൾ എപ്പോഴും വെഞ്ചുറി ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു എയറേഷൻ മെത്തേഡല്ല എൻ്റെ ഒരു ഇത്. പക്ഷേ ഓസോണൊക്കെ കൊടുക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് സേഫായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വെഞ്ചുറി വെച്ചിട്ട് ഓസോണൊക്കെ കൊടുക്കുന്നത്. പക്ഷേ അല്ലാത്തൊരു പക്ഷം എയർ വെച്ചിട്ടുള്ള സിസ്റ്റം, അതായത് എയറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെഞ്ചുറി ഉപയോഗിക്കുന്നതിൽ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് എപ്പോഴും എയർ പമ്പോ ബ്ലോവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത്. എന്നിട്ട് എയർ ലിഫ്റ്റിംഗ് ചെയ്തു. അതെ, എയർ ലിഫ്റ്റോ അല്ലെന്നുണ്ട് ഡിഫ്യൂസർ ഉപയോഗിക്കും. ഇപ്പോൾ നമ്മളവിടെ സെൻറ്ററിൽ കാണുന്ന പോലെ ഡിഫ്യൂസർ ഉപയോഗിക്കാം, എന്നുണ്ടെങ്കിൽ എയർ ലിഫ്റ്റ് ഉപയോഗിക്കാം. അത് രണ്ടും ആൾമോസ്റ്റ് എഫിഷ്യൻസി ഒരുപോലെ കിട്ടുന്നതാണ്. നമുക്കിപ്പോൾ അവിടെ എയർ ഡിഫ്യൂസർ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സിസ്റ്റം നമുക്ക് ടൈമർ വെച്ച് വർക്ക് ചെയ്യിപ്പിക്കണോ അതോ 24 hours ഇത് റൺ ചെയ്തുകൊണ്ടേയിരിക്കണം? അത് 24 hours റൺ ചെയ്യുന്നതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള മെത്തേഡ്. കാരണം വെച്ചാൽ നമ്മുടെ ഈ സിസ്റ്റത്തിൽ എപ്പോഴും ഒരു ഒപ്റ്റിമം ലെവലായിരിക്കണം വാട്ടർ ക്വാളിറ്റി. ഓക്സിജൻ്റെ അളവായാലും അമോണിയയുടെ ഇത്ര PPM കാണാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് നിൽക്കണം. നമ്മൾ കണ്ടിന്യൂസ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു കൃത്യമായിട്ട് നമ്മൾ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്ന ഫിഷിന് അത് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതിന് ഒത്തിരി സ്ട്രെസ് ഉണ്ടാക്കും. നമ്മൾ പെട്ടെന്ന് എയർ കുറയുന്നു, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എയറേഷൻ കൊടുക്കുമ്പോൾ വീണ്ടും അത് ഉയരുന്നു, വീണ്ടും കുറയുന്നു, അങ്ങനെ ഉള്ളതിന് വരെ കണ്ടിന്യൂസ്ലി ഇപ്പം 5 ppm ഓക്സിജനേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. അതുപോലെ ഫ്ലോറേറ്റ്, അമോണിയയുടെ ഹൈക്ക് ഇപ്പോൾ നമുക്കിതിനകത്ത് ഇപ്പോൾ ഫിൽറ്ററോടെ കയറ്റി വിടാന്നുണ്ടെങ്കിൽ കുറച്ചേരം സ്റ്റോപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ പതുക്കെ ഈ അമോണിയ ലെവൽ കൂടാൻ തുടങ്ങും. ഇപ്പോൾ ഫിഷിന് സ്ട്രെസ് ഉണ്ടാവും. നമ്മൾ പിന്നെ ഇത്ര ടൈം കഴിയുമ്പോഴായിരിക്കും വീണ്ടും ഇത് ഓണാകുന്നത്. ആ ഓണാക്കി കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഈ സിസ്റ്റം നമ്മൾ പറഞ്ഞ പഴയ കുറഞ്ഞ അമോണിയ ലെവലിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഈ ഫ്ലക്ച്വേഷൻസ് ഫിഷിന്
ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിന് കണ്ടിന്യൂസ് റീസർക്കുലേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ വാട്ടർ ലെവൽ മുമ്പ് ഉണ്ടായിരുന്ന ഒരു അടയാളം തോന്നുന്നു അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് വാട്ടർ ലെവൽ കുറഞ്ഞോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയകളിലൊക്കെ ഇത്തരത്തിലൊരു സിസ്റ്റം വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? വെള്ളത്തിന് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് ഒന്ന് ഇവാപ്പറേഷനിലൂടെ പോകുന്നതാണ്. പിന്നെ നമ്മുടെ ഫിൽറ്റർ വാക്യൂ വാഷ് ചെയ്യും. അത് ഇപ്പോൾ പറഞ്ഞിട്ട് നമുക്ക് വെള്ളം കുറവുള്ള ടൈമിലാണെങ്കിൽ നമുക്ക് ഫിൽറ്റർ വാക്യൂ വാഷ് ചെയ്യാതെ കുറച്ച് കീപ്പ് ചെയ്യാം. അപ്പോൾ സിസ്റ്റത്തിലെ ട്രാൻസ്പെറൻസി ഇച്ചിരി കുറയും. പിന്നെ നമ്മൾ എയറേഷൻ കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് ആ രീതിയിൽ എയറേഷൻ കൂടുതൽ കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള വാട്ടർ ലോസേ വരാറുള്ളൂ. നമ്മളൊരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് ടൈമിലായിരിക്കും വാക്യൂ വാഷ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. വളരെ കുറച്ച് വെള്ളം നമുക്ക് ടോപ്പ് ചെയ്യാം. അത് 2-3 ദിവസമായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഉള്ളെങ്കിൽ അങ്ങനെ ടോപ്പ് ചെയ്തെടുക്കാം. അത്ര മറ്റൊരു വേറെ ഒരു സിസ്റ്റത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ വാട്ടർ ലോസ് വളരെ കുറവാണ്. ഫ്രണ്ട്സ്, അതുപോലെ ഇവിടെ ഒരു 3 ചേംബർ യൂണിറ്റുകളിലായിട്ട് നമ്മൾ ഫിൽട്രേഷൻ സെറ്റ് ചെയ്ത് നമുക്ക് അതേക്കുറിച്ചും കൂടി ചോദിക്കാം. എന്താണ് ഇവിടുത്തെ ഈ ഫിൽട്രേഷൻ്റെ സംവിധാനങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം? ഇതിപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റം നമ്മൾ ബയോ ഫിൽറ്റർ പ്ലസ് ക്ലാരിഫയർ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്തേക്കാണ്. ബയോ ക്ലാരിഫയർ എന്നാണ് ഇതിന് പറയുന്നത്. അതായത് മെക്കാനിക്കൽ ഫിൽട്രേഷനും ബയോ ഫിൽട്രേഷനും ഇതിൽ തന്നെ നടക്കുന്നത്. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ഈ ഒരു സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ്. ഇതിൽ ഫസ്റ്റ് നമുക്ക് സെൻറ്റർ ഉണ്ട്. ടാങ്കിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഡ്രെയിൻ വരും, അത് ഇതിനുള്ളിൽ വരും. അപ്പോൾ ഫസ്റ്റ് ഇതിനുള്ളിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ഫിൽട്രേഷൻ, അതായത് ഇതിനകത്തുള്ള മീഡിയയിലൂടെ കയറി ഇറങ്ങിയിട്ട് അത് സെക്കൻഡ് ബാരലിൽ പോകും, സെക്കൻഡ് ടാങ്കിൽ പോകും. സെക്കൻഡ് ടാങ്കിൽ നിന്നും അവിടുത്തെ ഫിൽട്രേഷൻ കഴിഞ്ഞ ശേഷം തേർഡ് ബാരൽ. അപ്പോൾ 3 ടാങ്കിലൂടെ കയറി ഇറങ്ങി വരുമ്പോഴത്തേക്ക് റിട്ടൻഷൻ ടൈം, അതായത് ഇതിന് ഈ മീഡിയമായിട്ടുള്ള കോൺടാക്റ്റിംഗ് ടൈം കൂടുതൽ കിട്ടും. തിരിച്ച് ആ കാണുന്ന 3ാമത്തെ ടാങ്കിൽ വന്നതിന് ശേഷം തിരിച്ച് ആ എയർ ലിഫ്റ്റ് വഴി തിരിച്ച് ടാങ്കിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ വന്നേക്കുന്നത് നമുക്ക് മെക്കാനിക്കൽ ഫിൽറ്ററായിട്ടും ബയോ ഫിൽറ്ററായിട്ടും ഒരേ ടൈം ഇത് ആക്റ്റീവാണ് ചെയ്യുന്നത്. രണ്ടും ഒരുമിച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഈ 3 ചേംബറും വേണമെങ്കിൽ നമുക്ക് മെക്കാനിക്കലും ബയോ ഫിൽറ്ററും ആണെന്ന് പറയാൻ പറ്റും. നമുക്കിത് ബാക്ക് വാഷ് ചെയ്യേണ്ടപ്പം ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്തുള്ള എയറേഷൻ ഉപയോഗിച്ചിട്ട് ബാക്ക് വാഷ് ചെയ്യാം. അതാണ് ഇപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. പൊതുവെ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ ഫിൽറ്റർ ഇപ്പോൾ ഇത് ഞാനൊന്ന് ഡിവൈഡ് ചെയ്ത് പറയാം എന്തൊക്കെയാണ് മെക്കാനിക്കൽ ഫിൽറ്റർ ബയോ ഫിൽറ്റർ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. മെക്കാനിക്കൽ ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിലുള്ള സോളിഡ്സ് മാക്സിമം നമ്മൾ റിമൂവ് ചെയ്യണം. മീൻസ് ഈ സിസ്റ്റത്തിലുള്ള സോളിഡ്സ് നമ്മൾ ഈ ടാങ്കിനകത്തോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് സാധാരണ ഇതിൽ മീഡിയയിൽ ക്ലോഗിങ് ഉണ്ടാകും. ബാക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ മീഡിയയിൽ ക്ലോഗിങ് ഉണ്ടാകും, ബയോ ഫിൽറ്ററിൻ്റെ എഫിഷ്യൻസി പോകും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് നമ്മൾ ഈ കക്കായൊക്കെ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് പൊതുവെ ഉള്ള ഇപ്പം ഈ കക്കായും നെറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഈ സാധനം ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനകത്ത് ആ ഒരു പ്രശ്നം വരുന്നില്ല. കാര്യം നമ്മളിത് ഉപയോഗിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ള ബാക്ക് വാഷാണ്, എയർ വെച്ചിട്ടുള്ള ബാക്ക് വാഷാണ് ഇതിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ആ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ ബയോ ഫിൽറ്റർ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഈ ഇതിനകത്തുള്ള അമോണിയ കൺട്രോൾ ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള ബാക്ടീരിയാസിനെ വളർത്തിയെടുക്കാനുള്ള, അല്ലെങ്കിൽ അവർക്ക് പറ്റിപ്പിടിച്ച് വളരാനുള്ള ഒരു സർഫസ് ഏരിയയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന MPBR മീഡിയമാണ്. അതിൽ ഈ പറഞ്ഞ ബാക്ടീരിയ പറ്റിപ്പിടിച്ച് വളരുന്നു. അത് ഇരിക്കുന്നിടത്തൂടെ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട വെള്ളം കടന്നു പോകുന്നു. അപ്പോൾ അതിലുള്ള അമോണിയ നൈട്രേറ്റ്, അതായത് അമോണിയ ഫസ്റ്റ് നൈട്രേറ്റ് ആയിട്ട് മാറ്റും, നൈട്രേറ്റിനെ പിന്നെ നൈട്രേറ്റ് ആയിട്ട് മാറ്റും. ഇത് രണ്ടിനെയും ഇത് റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു വേറെ അഡ്വാൻറ്റേജ് ഉള്ളത്, നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ഡിസൈൻ പ്രത്യേകത കൊണ്ട് തന്നെ ഇതിൽ ഡീനൈട്രിഫിക്കേഷൻ ഈ ടാങ്കിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. ഈ 3 ടാങ്കിനുള്ളിൽ തന്നെ ഡീനൈട്രിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നൈട്രേറ്റും നമുക്ക് റിമൂവ് ആയി പുറത്ത് പോകുന്നുണ്ട്. അതായത് സിസ്റ്റത്തിന് പുറത്ത് പോകുന്നുണ്ട് നൈട്രിഫിക്കേഷൻ. അതായത് ഈ സിസ്റ്റത്തിൽ നൈട്രിഫിക്കേഷൻ നടക്കുന്നുണ്ട്, ഡീനൈട്രിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ഈ രണ്ടും ഒരേ ചേമ്പറിൽ തന്നെ നടക്കുന്നുണ്ട്. അതായത് മെക്കാനിക്കൽ ഫിൽട്രേഷനും ബയോ ഫിൽട്രേഷനും ഡീനൈട്രിഫിക്കേഷനും എല്ലാം ഒരിടത്ത് തന്നെ നടക്കുന്നു. അതാണ് ഈ ഒരു ഫിൽറ്ററിൻ്റെ ഡിസൈൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇപ്പം നമ്മളവിടെ അവിടുന്ന് ഈ പറഞ്ഞ ബയോ ഫിൽട്രേഷൻ പിന്നെ ഡീനൈട്രിഫിക്കേഷൻ ഇങ്ങനെയുള്ള പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ്, അതായത് നൈട്രിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വെള്ളം ഇതിനകത്തോടാണ് പോകുന്നത്. ക്ലീൻ ആയിട്ടുള്ള വെള്ളം, നൈട്രേറ്റിൻ്റെ അളവ് കുറവ്, അമോണിയയുടെ അളവ് കുറവ്, നൈട്രേറ്റിൻ്റെ അളവ്, എല്ലാത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുള്ള വെള്ളം വിത്ത് നമ്മൾ എയർ അവിടെ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഓക്സിജൻ സാച്ചുറേറ്റ് ആയിട്ടാണ് വരുന്നത്. വെള്ളവും എയറോടെ മിക്സ് ചെയ്താണ് തിരിച്ചിട്ടാണ് വരുന്നത്. ആ വെള്ളമാണ് തിരിച്ച് ടാങ്കിലേക്ക് വരുന്നത്. ഇവിടെ വെച്ചിട്ട് 3 പ്രോസസ്സാണ് നടക്കുന്നത്. ഒന്ന് എയർ ആഡ് ചെയ്യുന്നു, വെള്ളത്തിലോട്ട് എയർ ആഡ് ചെയ്യുന്നു. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഈ വെള്ളത്തിനെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു ഇവിടുന്ന്. അതായത് പമ്പിങ് നടക്കുന്നുണ്ട്, എയറേഷൻ നടക്കുന്നുണ്ട്. ഇത് കൂടാതെ ഈ സിസ്റ്റത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഇത് പുറത്ത് കളയുന്നുണ്ട്. അതായത് ഇതിനകത്തൂടെ പുറത്ത് പോകുന്ന എയർ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കൂടുതലുള്ളതായിരിക്കും. അതായത് ഈ സിസ്റ്റത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എയർ മിക്സ് ചെയ്യുന്ന ടൈമിൽ സ്ട്രിപ്പായി പുറത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 3 ഫംഗ്ഷൻ ഒരുമിച്ച് ഇത് ചെയ്യും. സർക്കുലേഷൻ
എയറേഷൻ, ഡീഗ്യാസിങ്. ഡീഗ്യാസിംഗ് എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുള്ള പ്രോസസ്സിനാണ് നമ്മൾ ഡീഗ്യാസിങ്. ഏത് ഗ്യാസിനെയും പുറത്തുള്ളതിനാണ് ഡീഗ്യാസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി ഇവിടെ ഒരുമിച്ച് നടക്കും. അതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ, ഈവൻ എന്ത് ഗ്യാസ് ഉണ്ടായാലും, ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടെങ്കിൽ പോലും ഇതിനെ സ്ട്രിപ്പ് ചെയ്ത് നമുക്ക് പുറത്തുകളയാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു സിസ്റ്റത്തിൽ നടക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇനി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കുറച്ച് സാധനങ്ങൾ. അതെന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്കൊരു പ്രോട്ടീൻ സ്കിമ്മർ, ഇതിൽ ഈസി ആയിട്ടൊരു പ്രോട്ടീൻ സ്കിമ്മർ നമുക്ക് ആഡ് ചെയ്യാം. അതായത് നമ്മുടെ ഈ ഒരു ഔട്ടിൽ കുറച്ച് ഡിസൈൻസ് വേരിയേഷൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ സ്കിമ്മർ ആഡ് ചെയ്യാം. പ്രോട്ടീൻ സ്കിമ്മർ എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള എക്സസ് ആയിട്ടുള്ള പ്രോട്ടീന്, ഫിഷിൻ്റെ ദേഹത്തു നിന്ന് ഉള്ള കൊഴുപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫിൽറ്ററിൽ അടിയാതിരിക്കാനും വെള്ളത്തിൽ ഒരുപാട് അക്യുമുലേറ്റ് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്കത് ഇതിലൂടെ പുറത്ത് കളയാൻ പറ്റും. നമ്മൾ പറഞ്ഞാൽ ഇതൊരു വലിയ ഡെൻസിറ്റിയിൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ, അതായത് വലിയ RS യൂണിറ്റിലെ പോലുള്ള ഡെൻസിറ്റി നമ്മൾ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇനി നമുക്ക് വലിയ രീതിയിലുള്ള ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്യുവർ ഓക്സിജൻ, എയറിന് പകരം പ്യുവർ ഓക്സിജൻ ഇഞ്ചെക്ട് ചെയ്യാം. അപ്പോൾ ഇതിന് കുറച്ച് ഡിസൈൻ വേരിയേഷൻസ് വരുമെന്നുള്ളൂ. പ്യുവർ ഓക്സിജൻ ഇഞ്ചെക്ട് ചെയ്യാം. പിന്നെ ഇതിനുള്ളിൽ നമുക്ക് UV ലൈറ്റ് ഇറക്കാൻ പറ്റും. ഡിസിൻഫെക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെയിം പാനലിൽ കൂടെ തന്നെ നമുക്ക് UV ലൈറ്റ് ഇറക്കി കഴിഞ്ഞാൽ ഡിസിൻഫെക്ഷൻ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ് എല്ലാം ഇതിനകത്ത് വരുത്താൻ പറ്റും. അതാണ് ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെയ്യുന്നുണ്ടെങ്കിൽ RSലൊക്കെ കൂടുതൽ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൂടെ ഇതിനകത്ത് ആഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഈ ബയോ ഫിൽറ്ററിൻ്റെ ആണെങ്കിലും മെക്കാനിക്കൽ ഫിൽറ്ററിൻ്റെ ആണെങ്കിലും പ്രവർത്തനം ഒരുമിച്ച് നടക്കുന്ന കാരണം, അങ്ങനെയാണെങ്കിൽ ഈ ഫിൽറ്ററിൽ നമുക്ക് വേസ്റ്റ് വന്ന് അടിഞ്ഞു കൂടുമല്ലോ, അതെങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കുന്നത്, നീക്കം ചെയ്യുന്നത്? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഇത് ബയോ ക്ലാരിഫറാണ്. രണ്ടും ഒരേ ടൈമിൽ നടക്കുന്ന ആയതുകൊണ്ട് തന്നെ സോളിഡ്സും ഈ ഫിൽറ്ററിൽ മീഡിയയിലുണ്ട്. അപ്പോൾ നമുക്കത് ബാക്ക് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന എയർ ഉപയോഗിച്ചിട്ട് നമുക്കത് ബാക്ക് വാഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ജസ്റ്റ് ഈ വാൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, നമുക്കൊരു സൗണ്ട് കേൾക്കാം. ബാക്ക് വാഷ് ചെയ്യുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് വാഷിംഗ് നടക്കുന്നുണ്ടോ? അതിനുശേഷം നമ്മൾ ഈ ഔട്ട്ലെറ്റ് വാൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വേസ്റ്റ് നമുക്ക് പുറത്തു. ഇനി ഈ ഔട്ട്ലെറ്റ് വാൾ ഓപ്പൺ ചെയ്യല്ലേ? ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുറത്തു. അപ്പോൾ നമുക്ക് കാണാം അതൊരു 1 മിനിറ്റോളം നമുക്കിതൊന്ന് ബാക്ക് വാഷ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് നമുക്ക്. ഓക്കെ, ഇതാണ് ഞാൻ പറയുന്നത്. മറ്റ് സിസ്റ്റത്തിൽ ഇപ്പോൾ നെറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തെടുത്ത് കഴുകുക എന്ന് പറയുന്ന വലിയൊരു ജോലിയാണ്, ഒരു സമരമായിട്ടുള്ള ജോലി. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിലുള്ള മോഡിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഡിസൈൻ ചെയ്തുകൊണ്ട് ഏതൊരാൾക്കും ഈസി ആയിട്ട് പെട്ടെന്ന് ഇത് ബാക്ക് വാഷ് ചെയ്ത് കളയാൻ പറ്റും. നമുക്കൊന്ന് വാലൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓക്കെ. ഫ്രണ്ട്സ്, ഇത്ര നേരം കണ്ട കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നതാണ്. അതുപോലെ തന്നെ കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടി നമ്മൾ നോക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു RS യൂണിറ്റിന് എത്ര ചിലവ് വന്ന്, എത്ര ലിറ്റർ വെള്ളം കൊള്ളും, അതുപോലെ തന്നെ എത്ര മീനിനെ വളർത്താം, എത്ര അതിൻ്റെ ചിലവ്, മറ്റു ഉള്ള കാര്യങ്ങളും ചോദിച്ചു നോക്കാം. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻസും ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ? ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ടാങ്ക് എന്ന് പറയുന്നത് ഏകദേശം 25,000 ലിറ്റർ വെള്ളം കൊള്ളുന്നതാണ്. ഓക്കെ, ഇതിലും 25 മീറ്റർ ക്യൂബ് എന്നുള്ളതാണ്. ഇപ്പോൾ പെർ മീറ്റർ ക്യൂബ് 40 to 50 കിലോഗ്രാം വരെ നമുക്ക് എയറേഷൻ വെച്ചിട്ട് RSൽ ചെയ്യാമെന്നാണ് പൊതുവെ ഉള്ള കാൽക്കുലേഷൻസ്. അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണക്ക് വെച്ചിട്ട് നമുക്കിതിൽ തിലാപ്പിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു 6 മാസം കൊണ്ട് ഹാർവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു 10,000 ഫിഷോളം നമുക്ക് ചെയ്യാൻ പറ്റും വൃത്തിയായിട്ട് ചെയ്യാം. അത്രയും ഡെൻസിറ്റി വന്നില്ലെങ്കിൽ പോലും. പക്ഷേ തന്നെ വൃത്തിയായിട്ട് നമുക്ക് ആ വലിയ റിസ്ക് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. അറൗണ്ട് ഒരു 1 ടണ്ണിനടുത്ത് നമുക്ക് അറ്റ് എ ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യും. 1 ടണ്ണോളം ഫിഷ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അറ്റ് എ ടൈം. അതായത് പല ടൈമിലുള്ള ഹാർവെസ്റ്റ്, ഇപ്പോൾ 3 മാസം കൂടുമ്പോൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ, 4 മാസം കൂടുമ്പോൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ഒരേ വർഷം 3 വട്ടം ചെയ്യാം. അപ്പോൾ ടോട്ടലി 3 ടണ്ണിനടുത്ത് നമുക്ക് പ്രൊഡക്ഷൻ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കാൽക്കുലേഷൻ വെച്ചിട്ടുണ്ടാണ്. എങ്കിലും ഇതിനടുത്തുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മൾ കറക്റ്റായിട്ടുള്ള എയറേഷനും ബാക്കി കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ റിസൾട്ട് എന്തായാലും കിട്ടും. പിന്നെ നമുക്ക് വന്നേക്കുന്ന ചിലവെന്ന് പറയുന്നത് ഇതിൻ്റെ പമ്പുകൾ, ഇതിൻ്റെ ഡിഫ്യൂസേഴ്സ്, ഇതിൻ്റെ മറ്റ് ടാങ്ക്, ഇപ്പോൾ 3 ബയോഫിൽട്രേഷൻ ടാങ്ക് ഉണ്ട്. ഇതിൻ്റെ മീഡിയ നമ്മൾ ഉപയോഗിച്ചത് ഇപ്പോൾ പറഞ്ഞില്ലേ, ഇത് കോസ്റ്റ്ലി ആയിട്ടുള്ള മീഡിയ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ പുറത്തുനിന്ന് എടുത്ത മീഡിയയാണ്. നമ്മളിവിടെ ഇന്ത്യൻ മെയ്ഡ് മീഡിയ അല്ല, പുറത്തുനിന്ന് വന്നിട്ടുള്ള മീഡിയയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. കാര്യം എൻ്റെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കൂട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ ബാക്ക് വാഷും കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഇതെല്ലാം നമുക്കിതിനകത്ത് വന്നിട്ടുണ്ട്. ഏകദേശം 2,20,000 രൂപയോളം നമുക്കിത് ഫുള്ള് സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ചിലവ് വന്നിട്ടുണ്ട്. പമ്പ്, മറ്റ് അതിന് വന്ന സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം കൂടി ഈ ഒരു കോസ്റ്റ് നമുക്കായിട്ടുണ്ട്.
ഫ്രണ്ട്സ്, നമ്മളെ ഫിഷിൻ്റെ സൈസാട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ കുറച്ച് നേരത്തെ തീറ്റ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് കാണാനും വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തീറ്റ ഇട്ട് കൊടുത്തതാണ്. പക്ഷേ നമ്മൾ ശരിക്കും തീറ്റ വന്ന് എടുക്കണില്ല കുറച്ച് നേരത്തെ കഴിച്ചുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ അശ്വിൻ ഭായ്, ഇപ്പോൾ ഇതുപോലുള്ള സിസ്റ്റങ്ങളൊക്കെ ഒരുപാട് പേർക്ക് വീട്ടിൽ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടാവും, സ്വന്തമായിട്ട് ചെയ്യുന്നവരുണ്ടാവും. ഇപ്പോൾ അത്തരത്തിലൊരു ഹെൽപ്പ് അവർക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ സമീപിച്ച് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവർക്ക് സംശയങ്ങൾ തീർക്കാനും, ഇനിയിപ്പോൾ ചിലർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ റിസ്ക് ഉള്ളവരും അല്ലെങ്കിൽ എഫേർട്ട് എടുക്കാൻ താല്പര്യമില്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വീട്ടിൽ ചെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഹെൽപ്പൊക്കെ ചെയ്യാലോ? ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളിൽ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് പല രീതിയിൽ ആരെങ്കിലും ചെയ്തു കൊടുക്കുന്നവരുണ്ടോ എന്നുള്ളത്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നല്ല ടെക്നീഷ്യന്മാരെ അടുത്ത് നിങ്ങളടുത്തുള്ളെങ്കിൽ കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ അതുപോലെ അവരുടെ സേവനങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. ഫ്രണ്ട്സ്, RISനെ കുറിച്ചുള്ള നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയോട് കൂടിയിട്ട് അത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ്. നിങ്ങൾക്കും അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെ അശ്വിൻ ബ്രോ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഹെൽപ്പ് എന്ത് സംശയം ഉണ്ടെങ്കിലും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. തിരക്കുള്ള ആളായിരിക്കും എങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കുക. നമ്മളെ ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ തേടി പിടിക്കുക. അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്ര നല്ലൊരു സ്ഥലത്താണ് എത്തിയത്. ഒരുപാട് കാഴ്ചകൾ കാണാനും മനസ്സിലാക്കാനും പറ്റി. തീർച്ചയായിട്ടും ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. നല്ല ഒരുപാട് സ്ഥലങ്ങൾക്ക് ഇനി യാത്ര തുടരുന്നതാണ്. ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.